1, 2, 3, 4. Okay. Thank you. Thanks. ഞെട്ടിച്ചടാ, ശരിക്കും ഞെട്ടിച്ച്. ഇതൊക്കെ എങ്ങനെ പഠിച്ചെന്റെ ചങ്ങാതി? കൺഗ്രാറ്റ്സ്, റിയലി ഗ്രേറ്റ്. ഞങ്ങളൊക്കെ ശരിക്കും ത്രില്ലില്ല. കൃഷ്ണകുമാറിന്റെ ക്ലാസ്മേറ്റ്സ് ആണെന്നുള്ള ഗമയില ഇപ്പോ. ഞങ്ങളുടെ കൂടെ വരണം. തന്റെ ക്ലാസ്മേറ്റ്സിന്റെ വക ഒരു ചെറിയ ട്രീറ്റ്. അയ്യോ, അതൊന്നും വേണ്ട. വേണ്ട. എന്ത് വേണ്ടാന്ന്? അങ്ങനൊന്നും പറഞ്ഞു പറ്റില്ല. നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോകുന്നു, വന്നേ പറ്റൂ. കൃഷ്ണകുമാർ ഒന്ന് വാന്നേ. ഒരു ചായ കുടിച്ച ഒന്ന് ഉഷാറാവും ചങ്ങാതി. വാന്നേ. ഇവന്റെ ഒരു കാര്യം. അഞ്ജന, 1 minute. ഞാൻ ക്യാൻറ്റീനിലുണ്ടാവും. ഈ ഡ്രംസ് ഒക്കെ ഞാനും പഠിച്ചതാ, പക്ഷെ വായിക്കാൻ അറിയില്ല. അങ്ങനെ പറഞ്ഞോട്ടോ. കണ്ണ് കിട്ടാതിരിക്കാൻ അമ്പലത്തിലിടാനാ. ഇതെന്തോ മാരകമായ പ്രശ്ന. രാജേട്ടാ, എന്താ കുട്ടി? ഒരു മിറിൻഡ. ഞാൻ കൊടുത്തോളാം. എന്റെ കഞ്ഞൂടി മുട്ടിക്കാനായിട്ട് വന്നോളും. എന്നാ സൂക്ഷിച്ചു കൊണ്ടു. സൂക്ഷിച്ചു പൊട്ടിക്കണേ, പേടിക്കും. ഒരു കോയിൻ തരൂ. ആ കുട്ടി എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? ഇല്ല. ദാ കേട്ടോ. ഐ ലവ് യു. ഇതിനെ അമ്പലത്തിലിടും. കണ്ണു കിട്ടാതിരിക്കാനല്ല, കൈവിട്ടു പോവാതിരിക്കാൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ പറഞ്ഞത് സത്യമല്ലേ? ഇത് കുഴപ്പമാ. ആദ്യമേ തോന്നിയിരുന്നു. ഇല്ലെങ്കിൽ നോക്കിക്കോ. ഹായ് സുധി, കുടിക്കാൻ ചായ പറയട്ടെ? എന്റെ ട്രീറ്റാ. കൃഷ്ണകുമാർ, ഇത് സുധി, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ. മൂപ്പര ഇവിടെ എന്റെ ലോക്കൽ ഗാർഡിയൻ. ഹായ്, കൃഷ്ണകുമാർ. ഹലോ, ഞാൻ വർഗീസ്. കൊടുകൈ. വൈകിട്ട് പപ്പിയുടെ ബർത്ത്ഡേക്ക് വരാൻ സമയമുണ്ടാവും. ഇതെന്ത് ചോദ്യാ? 5:30 ഞങ്ങൾ എത്തും. എന്നാ പിന്നെ ഞങ്ങളും അങ്ങോട്ട് ഇറങ്ങട്ടെ. കുറച്ചു നേരം കഴിഞ്ഞു പോവാടോ. അയ്യോ, അതല്ല, ലൈബ്രറിയിൽ ഒന്ന് കയറേണ്ട ആവശ്യമുണ്ട്. ലൈബ്രറിയിലാവുമ്പോ നല്ല സൈലൻസ് ആയിരിക്കും. വർഗീസ്, ഉറങ്ങാനല്ല, ഒന്ന് മയങ്ങാനാ. ഈ കോയിൻ ഞാൻ എടുക്കാം. അമ്പലത്തിലിടാനാ? കണ്ണ് കിട്ടാതിരിക്കാനോ അതോ കൈവിട്ടു പോകാതിരിക്കാനോ? കിച്ചേട്ടനപ്പൊ കോളേജിൽ വലിയ സ്റ്റാർ ആയിന്ന് പറഞ്ഞാ മതിയില്ലേ? എല്ലാം ഒന്നും വിശദമായി പറയെങ്കിലും ചെയ്യേ, അല്ലാതെ ഞാൻ ഫോൺ വെക്കില്ല. ഇവിടെ ആരോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, നോക്കട്ടെ. ഒരു കോപ്പി കിട്ടുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരാം. ഞാൻ വിളിക്കാം. ഇപ്പോഴും പഞ്ചാര അടിച്ചോണ്ടിരിക്കുക. ബാത്റൂം ഫ്രീയാ, പോയി കുളി. ഒരു 1000 രൂപ കിട്ടിയ കാര്യം നടക്കും. എന്ത് ചെയ്യും? അല്ല, ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ആരോട് ചോദിക്കും? പിന്നെ ഫസ്റ്റ് ഇയർ ആണല്ലേ, ഞാൻ റൂമിലോട്ട് വരുന്നുണ്ട്, ഒന്ന് കാണണം. പോ. ഞാൻ കുളിച്ചിട്ട് കുളിച്ചാ മതി. അല്ല, ഞാൻ നിന്നോട് പറഞ്ഞത് കേട്ടാ മതി. മാറിക്കണാട്.
ഹലോ, കൃഷ്ണകുമാറിനെ കിട്ടോ? ആരാ? ഫസ്റ്റ് ഇയറിലെ കൃഷ്ണകുമാർ. ആ ഡാ, നിനക്കാ ഫോൺ. എനിക്കോ? നീയല്ലേ കൃഷ്ണകുമാർ? എന്നാ പിടിക്കേ. ഇന്ന് കേറിയില്ല, പെൺപിള്ളേരെ വിളി തുടങ്ങി. ഹലോ. ഹായ്, എന്നെ മനസ്സിലായോ? ആരാ? എന്റെ ശബ്ദം കേട്ടിട്ടും മനസ്സിലായില്ലേ? ഇല്ല, അതല്ലേ ചോദിക്കുന്നത്. കൃഷ്ണന്റെ പെർഫോമൻസ് കണ്ടേ എല്ലാവരും കൊതിച്ചു. കൊതി കിട്ടിയ പനി വരും. കുട്ടി ആരാന്ന് പറയൂ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ മീരയാ. രാവിലെ ഞാനാ ആ കോയിൻ തലക്കിഴിഞ്ഞത്. ആ മീരയാ ഈ മീര. അതെ, എന്നെ ഇങ്ങനെ ഹോസ്റ്റലിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. എന്ന് പറഞ്ഞാൽ എങ്ങനാ? എനിക്ക് ഇനിയും സംസാരിക്കണം. അത് അഞ്ജന തന്നെയാ. രാവിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് അവന്റെ കൈയും പിടിച്ചുകൊണ്ട് പോയപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇത് കലിപ്പാവുമെന്ന്. ഇപ്പൊ എന്തായി? ഇനി ഞാൻ പറയണത് വിശ്വാസമില്ലെങ്കിൽ നീ അവിടെ നോക്ക്. കയ്യിൽ ഫോണുമായിട്ട് അവൾ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാനും നോക്കട്ടെ. ആന്റി, അഞ്ജു എവിടെ? അവൾ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താ സുധി? ഏയ് ഒന്നുമില്ല. അതെ, എന്താ വേണ്ടെന്ന് ചോദിച്ചു വാങ്ങിച്ചോണം. ഒരു മടി വിചാരിക്കണ്ട. ഇപ്പോഴാണോ വരുന്നേ? വന്നട്ടെ. എടുത്തി അഞ്ജുവിനെ കണ്ടോ? ആഹാ, വന്നപ്പോ തൊട്ട് ആ കൊച്ചിനൊരു സ്വസ്ഥതയും കൊടുക്കാതെ കൂടെ നടന്നിട്ട് ഇപ്പൊ എന്നോടാ ചോദിക്കുന്നേ? ഏയ് ഒന്നുമില്ല. അഞ്ജനയെ കണ്ടോ? എടാ സുധി, ഞാൻ പറയട്ടെ, നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്. അഞ്ജന എവിടെ? മുകളിലേക്ക് പോയിട്ടുണ്ട്. അഞ്ജന